എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ ഇന്ന് ഓണം സെലിബ്രേഷന് പോവാണ്. നമ്മൾ ഈ ഓണം സെലിബ്രേഷൻ ആഘോഷിക്കുന്ന ഡേറ്റ് 14-ാം തീയതിയാണ്. എന്തേത് മാസം? സെപ്റ്റംബർ 14-ാം തീയതിയാണ്. ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഹോളിൽ പോവാ. ഇന്ന് ഞങ്ങളുടെ കുറേ കലാപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേജിൽ ഇന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. അവിടെ എന്തൊക്കെ വിശേഷങ്ങളെല്ലാം കാണിച്ചു കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ ആഫ്രിക്കയിലത്തെ നമ്മുടെ ഒരു ഹാള് നമ്മൾ മലയാളീകരിച്ചേക്കാണ് കേട്ടോ. നോക്കൂ, പൂക്കളും ഇലകളും. ഓ, കയറി വന്നപ്പോ തന്നെ ചൂല്. ദൈവമേ, ഡാൻസിന്റെ കാര്യം. കണി കണി കണി. ഓ, ഇവിടെയൊക്കെ ചെളിയാ, വെള്ളം ചെളിയൊക്കെ ഉണ്ട്. ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. ഇതാ നമ്മുടെ ഡാൻസ്. ഇതാണ് നമ്മുടെ ബോൺജൂർ മാവേലി. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം. കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. പൂക്കളം ഇട്ടിട്ടുണ്ട് ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം? അടിപൊളിയായില്ലേ? അതെന്താണ് ചേച്ചി സ്പെഷ്യലായിട്ട് ഒളിപ്പിക്കണേ? എന്തൊരു സാധനം? അതെന്താണ്? ആ, വിളക്ക്. ചേച്ചിയുടെ വിളക്കാണ് അത്? ഓ, മോഹനേച്ചിയുടെ വിളക്ക്. ആൾക്കാരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ആൾക്കാരൊക്കെ എത്തി വരുമ്പോൾ ഒരു 10 മണിയാവുന്ന പ്രതീക്ഷിക്കണു. ഞങ്ങൾ 9 മണിക്ക് വന്നു. ആണോ? ഞങ്ങൾ 9:30 എത്തി. 9:30 പ്രോഗ്രാം തുടങ്ങാൻ 9:30 ഞങ്ങളത്. 45 ഞങ്ങളുടെ അവിടെ 15 മിനിറ്റ് സ്ലോ ആണ്. ഇത് അശോക ചക്ര. നമ്മള് വേറെ ആൾക്കാർ. അശോക ചക്രാണോ അത്? അശോക ചക്രൊന്നല്ല. അങ്ങനെയൊന്നും അതൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും അവള് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു 10:30 കഴിഞ്ഞപ്പോഴൊക്കെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ പ്രോഗ്രാം ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഫുൾ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗെയിംസ്, പിന്നെ ഡാൻസ് പെർഫോമൻസ്, പിന്നെ എലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മിത്ര എന്നാട്ടോ നമ്മുടെ മലയാളി ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അതിന് എലക്ഷൻ നടന്നു. അപ്പോൾ കുറേ കാര്യങ്ങളുള്ള കാര്യം നമ്മളൊരു 10:30 ഒരു 11 മണി ആവാറായപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആശംസകൾ പറഞ്ഞു, പിന്നെ പ്രെയർ സോങ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലധികം വോയിസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ പല വീഡിയോസും ഞാനിപ്പോൾ ഡാൻസിൻ്റെ ആയാലും പാട്ടിൻ്റെ ആയാലും എല്ലാം ഞാൻ സെപ്പറേറ്റ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്.
അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകളും ഡാൻസുകളും അതുപോലെ തന്നെ റെയിൻബോക്ക് ആയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വട്ടം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നതിന് ശേഷം ഇത്രയും പ്രോഗ്രാംസ് ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ എല്ലാവരും എല്ലാ കാര്യവും പ്രാക്ടീസ് ചെയ്തും എല്ലാം നല്ല രീതിയിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഈ വട്ടം കേട്ടോ ഞാൻ കാണുക. അല്ലെങ്കിൽ പ്രോഗ്രാംസ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ തന്നെ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ വട്ടം നമ്മൾ വരെ എല്ലാ പ്രോഗ്രാംസിനും കൂടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഓണത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം എത്താൻ വേണ്ടിയിട്ടാണ്. സദ്യയിലും അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വേറൊരു കാര്യം, ഈ വർഷം ലക്കിയും ഡാൻസും കാര്യങ്ങളും പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് സ്റ്റേജിൽ കയറി ചെയ്യാനുള്ളൊരു ഷൈ കാരണം ആൾ കയറിയില്ല കേട്ടോ. പിന്നെ ആൾ കുറച്ച് ടയേർഡായിരുന്നു അന്ന്. ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിച്ചൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെറുതായിട്ട് എന്താ പറയുക വയറുവേദന കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ പോന്നു കേട്ടോ. പ്രോഗ്രാം 6 വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മലയാളി ഗ്രൂപ്പിൻ്റെ പേര് മിത്രം നട്ടാത്ത, ഞാൻ എല്ലാ വട്ടം പറയാറുണ്ട്, അതാണ് ഞാൻ എടുത്ത് പറയാതിരുന്നത് തുടക്കത്തിൽ കേട്ടോ. അപ്പോൾ മിത്രത്തിൻ്റെ പുതിയ കമ്മിറ്റിയുടെ ഇലക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 6:30 ആയിട്ടാട്ടോ ആദരിച്ച് എല്ലാവരും എത്തിയത്. പക്ഷെ നമ്മൾ ഉച്ചയായപ്പോൾ പോന്നു കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇതേ ഒരാളിപ്പോൾ എൻ്റെ മേത്ത് കിടക്കുന്നതാണ് കേട്ടോ. ആൾ കുറച്ച് ടയേർഡായി. അങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പോന്നു കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ ആൾക്കാർ ഷെയർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ മലയാളി പ്രോഗ്രാം? അടിപൊളിയല്ലേ? ഇനി നിങ്ങൾ കണ്ടോട്ടോ. അടുത്ത വട്ടം ഞങ്ങൾ ഇതിലും ഗംഭീരാക്കാനാട്ടോ പ്ലാൻ. അപ്പം ഞാൻ പോന്നു കഴിഞ്ഞിട്ടുള്ള അവിടെ നടന്ന പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണാം കേട്ടോ.